സംസ്ഥാനത്തെ 1 കോടി യുവാക്കൾക്ക് ജോലി. ഈ ലക്ഷ്യത്തിലേക്കാണ് യോഗി സർക്കാർ നടന്നെടുക്കുന്നത്. ഇത് ഒരു മുഖ്യമന്ത്രിയുടെ മാത്രം കഴിവല്ല. സംസ്ഥാനത്തെ വിഭവങ്ങൾ അത് എങ്ങനെ ചിലവഴിക്കാം എന്ന വിദഗ്ധ ഉപദേശങ്ങൾ, ഉദ്യോഗസ്ഥന്മാരുടെ പിന്തുണ, സമരം ചെയ്ത് സർക്കാരിനെ തകർക്കുന്ന നയങ്ങൾ ഉപേക്ഷിക്കുന്ന ജനങ്ങൾ, ഭരിക്കുന്ന സർക്കാരിനോട് വിശ്വാസമുള്ള ജനങ്ങൾ, ഇതൊക്കെ ധാരാളമുള്ള ഒരു സമൂഹത്തിലെ ഇതൊക്കെ നടക്കുകയുള്ളൂ. സംതൃപ്തരായ ഒരു ജനസമൂഹം, അത് തന്നെയാണ് ഉത്തർപ്രദേശ് പോലെയുള്ള ഒരു സംസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്ന അനേകം കാരണങ്ങളിൽ ഒന്ന്. ഭരണം ഏറ്റെടുക്കുമ്പോൾ ആ സംസ്ഥാനത്തിന്റെ പോരായ്മകൾ എന്തൊക്കെയാണ് എന്ന് കണ്ടെത്തി അതിന്റെ പരിഹാരങ്ങൾ കാണുകയാണ് യോഗി സർക്കാർ ആദ്യം ചെയ്തത്. അതിലൂടെ ഓരോ മേഖലയിലും പൂർണ്ണത കൈവരിക്കാനുള്ള ശ്രമമാണ് ഉത്തർപ്രദേശിൽ ഇക്കാലമെല്ലാം നടന്നത്. യോഗി സർക്കാരിന്റെ വിജയം കാണുമ്പോൾ ഓരോ സംസ്ഥാനവും അവിടെ നിന്നും പഠിക്കാനുണ്ട് എന്നത് പലകുറി നമ്മളൊക്കെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അക്രമങ്ങൾ, ഗുണ്ടായിസം ഇതൊക്കെ പൂർണ്ണമായും ഇല്ലാതാക്കിയ ഒരു സംസ്ഥാനത്ത് വികസനങ്ങൾ ഓരോന്നായി ഉണ്ടാകുമ്പോൾ ഇതെല്ലാം, അതായത് അക്രമങ്ങളും ഗുണ്ടായിസവും വികസനമില്ലായ്മയും ഒക്കെ സംഹാരതാണ്ഡവമാടുന്ന കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ജീവിക്കേണ്ടി വന്നതിൽ നമ്മളൊക്കെ ലജ്ജിക്കുക തന്നെ വേണം. ഇങ്ങനെ ഇപ്പോൾ ഞാൻ പറയുമ്പോൾ അതിന്റെ താഴെ ഒരുപാട് കമന്റ്സ് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ കേരളം വിട്ട് ഉത്തർപ്രദേശിലേക്ക് പൊയ്ക്കൂടെ എന്ന്. അങ്ങനെ പോകാനല്ല ഞങ്ങൾ ഇവിടെ ജനിച്ചത്. അതുപോലെയുള്ള ഒരു ഭരണം, അല്ലെങ്കിൽ ഉത്തർപ്രദേശിലെ ഭരണം പോലെ ഒരു നല്ല ഭരണം എങ്കിൽ ശരി. ഉത്തർപ്രദേശ് എന്ന് പറയുന്നില്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ മാന്യമായി ഭരണം നടക്കുന്നുണ്ടല്ലോ. മാന്യമായ ഒരു ഭരണം അത് മാത്രമേ കേരളത്തിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. അത് നൽകാൻ ഇവിടെ വരുന്ന ഏത് സർക്കാരായാലും, ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ഇനി BJP സർക്കാരായാലും അവർക്ക് സാധിക്കണം. അത് മാത്രമേ ജനങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതിലൂടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. 1 മില്യൺ ട്രോളർ സമ്പദ് വ്യവസ്ഥയിലേക്ക് ചുവട് വെച്ചുകൊണ്ട് 2023 മാത്രം 40 ലക്ഷം കോടിയുടെ നിക്ഷേപങ്ങൾ ആകർഷിച്ചിരിക്കുകയാണ് ഉത്തർപ്രദേശ്. 2023 ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് ശേഷം സംസ്ഥാനത്ത് നിക്ഷേപത്തിന്റെ ഒഴുക്ക് പുരോഗമിക്കുകയാണെന്നാണ് വിവരങ്ങൾ. ഈ സംരംഭത്തിലൂടെ സംസ്ഥാനത്തെ 1 കോടി യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. 2024 ആദ്യ മാസങ്ങളിൽ 15 ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ ആദ്യഘട്ടത്തിൽ ആരംഭിക്കും. ഈ പ്രോജക്റ്റുകളിൽ ചിലത് നിലവിൽ തന്നെ വലിയ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. ഇവയുടെ പുരോഗതിയും അതിവേഗത്തിൽ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 2024 ആദ്യ മാസങ്ങളിൽ 15 ലക്ഷം കോടി രൂപയുടെ പദ്ധതികളുടെ തറക്കല്ലിടൽ ചടങ്ങ് ആദ്യഘട്ടത്തിൽ ആരംഭിക്കും. 5 ഗ്രാമങ്ങളിലായി 1472 ഏക്കറിൽ 2 ഘട്ടങ്ങളിലായി ലളിത്പൂരിൽ ഒരു ബൾക്ക് ഫാർമ ഡ്രഗ് പാർക്ക് വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് യോഗി സർക്കാർ. നിലവിൽ 300 ഏക്കർ സ്ഥലത്ത് വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കൽ, മാപ്പിംഗ്, മണ്ണ് സാമ്പിൾ, ഘടനാപരമായ വികസനം എന്നിവയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. ലഖ്നൌവിൽ നാദർഗഞ്ചിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നഗരം വികസിപ്പിക്കുന്നതിനുള്ള പ്രക്രിയ ആരംഭിച്ചു. ഉത്തർപ്രദേശ് ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് പോളിസി പ്രകാരം ഉത്തർപ്രദേശ് ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഈ നിർദ്ദിഷ്ട നഗരത്തിന്റെ വികസനം ഏറ്റെടുക്കും. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ 40 ഏക്കർ ഭൂമിയിൽ AI അടിസ്ഥാനമാക്കിയുള്ള സൈബർ സിറ്റിയുടെ നിർമ്മാണം നടക്കും. കൂടാതെ ഗ്രേറ്റർ നോയിഡയിൽ ഫിലിം സിറ്റി, ലോജിസ്റ്റിക് പാർക്ക്, മെഡിക്കൽ ഉപകരണ പാർക്ക്, ഡാറ്റാ സെന്റർ പാർക്ക്, ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ, സമർപ്പിത ചെറുകിട വ്യവസായ അപ്പാരൽ, സെക്ടർ 21 കരകൗശല വസ്തുക്കൾ, ടോയ് പാർക്ക് എന്നിവയുടെ വികസന പ്രവർത്തനങ്ങൾ നന്നായി പുരോഗമിക്കുകയാണ്. ഇനി പിണറായിയുടെ ഇഷ്ടക്കാർക്ക് കേട്ടാൽ ഇഷ്ടപ്പെടാത്ത ചിലതുകൂടി പറഞ്ഞുകൊള്ളട്ടെ. കേരളത്തിലെ നഗരങ്ങളിലെ ഗതാഗത കുരുക്ക്, നഗരങ്ങളിലെ മാലിന്യ കൂമ്പാരം, ഇതൊക്കെ കാണുമ്പോൾ ആരും പറഞ്ഞു പോകും, നാം ഇതിൽ UP കണ്ട് പഠിക്കേണ്ടതുണ്ട്. നഗരവികസനത്തിൽ വിഷൻ 2047 UP നടപ്പാക്കുന്നത്. ആ നഗരത്തിൽ 2047 വരാൻ സാധ്യമായ ജനങ്ങൾ, വാഹനങ്ങൾ, വികസന സങ്കല്പം ഇവയെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള നഗരവികസനമാണ് നടപ്പിലാക്കുക. നമ്മുടെ നാട്ടിൽ റോഡ് ടാർ വർക്ക് കഴിഞ്ഞ് പൈപ്പ് ലൈനുകൾക്കായി വെട്ടിപ്പൊളിക്കുന്നതും അതൊരുവിധം പരിഹരിച്ചാൽ പിന്നീട് കേബിളിന് ചാലുകീറുന്ന വികസനവും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. ആ സമയത്ത് യോഗിയുടെ നഗരവികസന കാഴ്ചപ്പാടിനെ നമ്മൾ തൊഴുതേ മതിയാവും. കാശി വിശ്വനാഥ ക്ഷേത്ര വികസനം, അയോധ്യ വികസനം ഇതൊക്കെ സാധ്യമാക്കിയ ഭരണ ഇച്ഛാശക്തിയെ എത്ര അഭിനന്ദിച്ചാലാണ് മതിവരിക. സാംസ്കാരിക പൈതൃകത്തിന് മാത്രമല്ല യോഗി സർക്കാർ ഊന്നൽ നൽകിയിട്ടുള്ളത്. വാരണാസി, അയോധ്യ, ലക്നൌ ഉൾപ്പെടെ എല്ലാ നഗരങ്ങളിലും ആധുനിക നിരീക്ഷണ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു. പരമ്പരാഗത വ്യവസായങ്ങളായ നമ്മുടെ കൈത്തറി, കശുവണ്ടി വ്യവസായം, കയർമേഖല ഇതൊക്കെ തകർന്ന് തരിപ്പണമാകുമ്പോൾ, തൊഴിലാളികൾ പട്ടിണിയിലാവുമ്പോൾ, സംരംഭകർ ആത്മഹത്യയുടെ വക്കിലാകുമ്പോൾ യോഗി ആദിത്യനാഥിന്റെ ഇച്ഛാശക്തിയെ അസൂയോടെ നോക്കിപ്പോകും. ഉത്തർപ്രദേശ് ഒരുപാട് മുന്നിലാണ്. യോഗി അതിന് കർമ്മനിരതനാവുകയാണ്. മറ്റൊരു കാഴ്ച കൂടി പറയാം. മുഖ്യമന്ത്രിയും വഹിച്ചുള്ള വാഹന വ്യൂഹം. ഇത്രയും സുരക്ഷാ പ്രശ്നമുണ്ടെന്ന് പറയപ്പെടുന്ന UP മുഖ്യമന്ത്രി ചുരുങ്ങിയത് 40ഓ 50ഓ അകമ്പടി വാഹന വ്യൂഹത്തിന്റെ അകമ്പടിയോടെ പോകേണ്ടുന്നത് മാത്രം പ്രതീക്ഷിക്കുന്ന നമുക്ക് മുന്നിലൂടെ വെറും 4ഓ 5ഓ
വാഹന അകമ്പടിയോടെയാണ് യോഗി ആദിത്യനാഥിന്റെ യാത്ര എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യൻ എവിടെ നിൽക്കുന്നു, ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി എവിടെ നിൽക്കുന്നു എന്നത് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ നേരിട്ട് മനസ്സിലാകുന്ന കാര്യമാണ്. എന്തൊക്കെയായാലും കേരളത്തിൽ ഇത്രയൊക്കെ ഉണ്ടാവുകയുള്ളൂ. ഈ സർക്കാർ ഭരിക്കുന്നിടത്തോളം കാലം കേരളത്തിൽ ഇത്രയൊക്കെ ഉണ്ടാവുകയുള്ളൂ. എത്ര കിടന്ന് കരഞ്ഞിട്ടും, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറഞ്ഞാൽ പോലും എത്ര കിടന്ന് കരഞ്ഞിട്ടും ഇവിടെ ഒന്നും നടക്കില്ല എന്ന് പൊതുസമൂഹം വിലയിരുത്തി കഴിഞ്ഞിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.